ഒരുപാട് കഷ്ടപ്പെട്ട് മേലെ കയറിയിട്ട് മേളിൽ നിന്ന് താപ്പോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഫുള്ള് മഞ്ഞ്. മഞ്ഞാണോ ആകാശമാണോ നല്ല രസമുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. പർവ്വതമലയുടെ മണ്ടയ്ക്കോട്ട് പോകുമ്പം ഏറ്റവും പാടുള്ള വഴിയായിരുന്നു ഇത്. കാരണം ഈ കയറുന്നതൊക്കെ സിമെൻ്റ് കൊണ്ടോ അങ്ങനെ ഉണ്ടാക്കിയ സ്റ്റെപ്പാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് മറ്റേ കമ്പി അങ്ങനെ എന്തോ സാധനം കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങാനും കാല് പോയി കഴിഞ്ഞാൽ ആ കുഴി കിടക്കും. രക്ഷപ്പെടുത്താൻ കൂടെ ഉള്ളവർ മാത്രമേ കാണത്തുള്ളൂ. വേറെ ആരെങ്കിലും വല്ല ഫയർഫോഴ്സൊക്കെ വരണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കുമെന്ന് അറിയാമോ? അന്നേരത്തേക്ക് അവിടെ കിടന്ന ചാകും, ഒരു സംശയവും ഇല്ല. പക്ഷേ ശരിക്കും അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് വിശ്വസിക്കാം. കാരണം അതിൻ്റെ മണ്ടയിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ രക്ഷിക്കും. ഞാൻ അങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ മണ്ടയിൽ ഒരു ദൈവം ഉണ്ടെന്നും അവിടെ നമുക്ക് തൊഴാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ആ അമ്പലത്തിലോട്ടായി കയറി പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് വെക്കും. കാരണം നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ട ആ ദൈവത്തിൻ്റെ മുന്നിലോട്ട് പോകുന്നത്. അപ്പം ദൈവം അത് എന്തായാലും നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഉയരം കൂടുന്തോറും തിന്നുന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് കൂടും. കണ്ടോ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഫുഡ് കഴിച്ചതാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സമയം 3 മണി എന്തോ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും അധികം വിശപ്പായിട്ട് തോന്നിയിട്ടില്ല ഇത്രയും കയറി വന്നപ്പം. അതുകൊണ്ടാണ് ബിസ്ക്കറ്റിന് അത്ര ടേസ്റ്റ് തോന്നിയത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ ഞങ്ങൾ എത്തി. ഇനി ഇത്രയും കൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആ അമ്പലത്തിൽ കയറും. അതായത് ഈ 4500 അടി ഉയരത്തിലെത്തും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്നാൽ ഓക്കെ, ബൈ.